ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളി. നേരത്തെ റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കേസിലെ ഒന്നാം പ്രതി ഇലന്തൂർ സ്വദേശി സൂരജിന്റെ ജാമ്യാപേക്ഷയും പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളി. സൂരജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയതിന് തെളിവായി പോലീസ് ഹാജരാക്കിയത്. അതേസമയം കോഴിക്കോട്ടെ 2 വാറണ്ട് കേസുകളിലും സുരേന്ദ്രന് ജാമ്യം ലഭിച്ചു. ട്രെയിൻ തടഞ്ഞതടക്കമുള്ള കേസുകളിലും നെയ്യാറ്റിൻകര തഹസിൽദാരെ ഉപരോധിച്ച കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു സംഭവം. സന്നിധാനത്ത് വെച്ച് സ്ത്രീയെ ആക്രമിച്ച കേസിൽ സുരേന്ദ്രൻ മുൻപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. മകന്റെ കുട്ടിയുടെ ചോറൂണിനെത്തിയ തൃശൂർ സ്വദേശി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് കെ. സുരേന്ദ്രനെതിരെയുള്ളത്. ഈ കേസിലെ 13ാം പ്രതിയാണ് സുരേന്ദ്രൻ. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ സുരേന്ദ്രന് കണ്ണൂർ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കണ്ണൂരിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന സുരേന്ദ്രന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. നേരത്തെ കൊട്ടാരക്കര ജയിലിൽ നിന്നാണ് സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.